കൊണ്ട് പ്രശസ്തരായവർ നിരവധി പേരുണ്ട്. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങൾ പേരിന് കാരണമായവർ അധികമുണ്ടാകില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അങ്ങനെ ഒരാളെ PL കിരൺ പരിചയപ്പെടുത്തും. JP77 സിനിമാ പേരൊന്നുമല്ല കേട്ടോ. കോഴിക്കോട് കായണ്ണ പഞ്ചായത്തിലെ 7ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ പേര് വന്നതെന്നല്ലേ നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചു. ദരിദ്രാവസ്ഥയോടുള്ള പ്രതിഷേധ സൂചകമായി, കൂടാതെ ജയപ്രകാശ് നാരായണനോടുള്ള, അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനോടുള്ള അഗാധമായ സ്നേഹവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് JP77. ഞാൻ ജനിച്ച വർഷം JP 1977. അത് TCയിലൊക്കെ എഴുതുന്ന സമയത്ത് അച്ഛനോട് പ്രധാന അധ്യാപകൻ ചോദിച്ചു, ഇത് JP77 എന്ന് എഴുതണോ, 77 എന്ന് എഴുതണോ, അല്ല SCVENTY വേണോ, അല്ല അക്കത്തിൽ 77 എന്ന് എഴുതണം. അച്ഛന് വളരെ കർക്കശമായിട്ട് വാശി പിടിച്ച് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു SCVENTY 77. പേര് കൊണ്ട് പൊല്ലാപ്പൊന്നും അധികമുണ്ടായിട്ടില്ല. പാസ്പോർട്ട് ഓഫീസർ ഒരിക്കൽ എന്നെ, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ പോയ സമയത്ത് നേരിട്ട് കാണണം ആവശ്യപ്പെട്ടു. ഇന്നത്തെ പാസ്പോർട്ട് ഓഫീസറെ ഞാൻ നേരിട്ട് പോയി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്നും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം എനിക്ക് അത് തന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹവും ചോദിച്ചത് അന്ന് അത്ഭുതത്തോട് കൂടി ചോദിച്ചു, എന്താണ് ഈ പേരിങ്ങനെ, ഇൻ്റർകാസ്റ്റ് മാരേജ് ആണോ അച്ഛൻ നടക്കും ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഈ പേര് ഉപകരിച്ചിട്ടേയുള്ളൂ. സാധാരണ എല്ലാവരും വേറെ ചെറിയ ഊർക്കപ്പേരല്ല, പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ചുരുങ്ങിയ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. വിജയവഴിയിൽ കയറാനും ഈ പേര് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുടെ JP77. ബിബിൻ ജെയിംസിനൊപ്പം PL കിരൺ, മീഡിയ 1 കോഴിക്കോട്.